അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കോളേജിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് തന്നെയാണ്. സോ പാർട്ട് 1 വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പോയി വാച്ച് ചെയ്യാം. നമുക്ക് പാർട്ട് 2 വീഡിയോ നോക്കാം. ഫസ്റ്റ് നോക്കാൻ പോകുന്ന ബിടെക് എളുപ്പമാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിടെക് കോഴ്സ് എളുപ്പമാണോ എന്ന് വെച്ചാൽ നമ്മൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും നമ്മൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ആ കോഴ്സ് സിമ്പിളാണ്. അപ്പോൾ അത്രയും കൺസിഡർ ചെയ്താൽ മതി. ബിടെക് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ബിടെക്കും ഈസിയാണ്. ബിടെക് എന്ന് പറയുമ്പോൾ 4 ഇയർ കോഴ്സാണ്. 4 ഇയർ കോഴ്സ് എന്ന് പറയുമ്പം 4 ഇയറിൽ സെം വൈസ് ആണ്. ഒരു ഇയറിൽ 2 സെമ്മാണ് ഉണ്ടാവുക. അതിൽ ഒരു സെം എന്ന് പറഞ്ഞാൽ 6 മന്ത് ആയിരിക്കും. ഈ 6 മന്തിൽ 2 ഇന്റേണൽ എക്സാമും അതുപോലെ ഒരു പബ്ലിക് എക്സാമും ആണ് ഉണ്ടാവുക. അത് എല്ലാ സെമ്മും ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെയാണ് 4 ഇയർ ബിടെക് കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ NSS കോളേജിൽ ഫെസ്റ്റ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ മെയിൻ ആയിട്ട് വരുന്നത് നോബുരം, ദുക്ഷ, അതുപോലെ തന്നെ പെലിക്കുല. പെലിക്കുല എന്ന് പറഞ്ഞാൽ ഫിലിം ഫെസ്റ്റ് ആണ്. അത് ദുക്ഷന്റെ ഒരു പാർട്ടാണ്. ദുക്ഷ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ ആണ്. പിന്നെ വന്നിട്ടുള്ളത് നോബുരം എന്ന് പറഞ്ഞാൽ ആർട്സ് ഫെസ്റ്റ് ആണ്. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക ആർട്സ് ഫെസ്റ്റ്. അങ്ങനെ 3 മെയിൻ ഫെസ്റ്റിവൽസ് ആണ് NSS കോളേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ലൈബ്രറി അവൈലബിലിറ്റി ഉണ്ട്. ഓരോരോ ഡിപ്പാർട്ട്മെന്റും, അതായത് IC, മെക്ക്, സിവിൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ലൈബ്രറി NSS കോളേജിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോർ സബ്ജക്റ്റും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിനും നമുക്ക് ടെസ്റ്റ് ഈസിലി കണ്ടുപിടിക്കാൻ ഈ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറീസ് യൂസബിൾ ആണ്. അതായത് നമുക്ക് കംഫർട്ടാണ് വേഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മെയിൻ ലൈബ്രറിയും അവൈലബിൾ ആണ്. അതിൽ ഇതുപോലെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ ബുക്സും അവൈലബിൾ. നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലബ്ബുകൾ കോളേജിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് NSS ക്ലബ്, ക്യൂസ് ക്ലബ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലബ്ബുകൾ അവൈലബിൾ ആണ്. സോ നമ്മളിപ്പോൾ NSS ക്ലബ്ബിലൊക്കെ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കോളേജിൽ 6 ഡിപ്പാർട്ട്മെന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. അതിൻ്റെ ആനുവൽ ഇൻടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സിവിലും മെക്കും ട്രിപ്പിളിയും വന്നിട്ട് 120 സ്റ്റുഡൻസ് ആണ്. അതുപോലെ ICയും CS വന്നിട്ടുള്ളത്, CS പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ്, ICയും CS വന്നിട്ടുള്ളത് 60 സീറ്റും അതുപോലെ ECക്ക് വന്നിട്ടുള്ളത് 19 സീറ്റും ആണ്. അങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആനുവൽ ഇൻടേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാൻ പോകുന്ന കോളേജ് ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ എത്ര ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ബ്ലോക്ക് വന്നിട്ട് മെയിലിനും 2 ബ്ലോക്ക് വന്നിട്ട് ഫീമെയിലിനും. അങ്ങനെയാണ് കോളേജ് ഹോസ്റ്റൽ ഇപ്പോൾ ഉള്ളത്. അതിൽ 3 ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലിന് വേണ്ടിയിട്ട്, അതായത് MH1, MH2, MH3, അത് ഓരോ പേരിലും അവൈലബിൾ ആണ്. സോ MH3യിലാണ് നമ്മൾ ഫ്രഷർ ആയിട്ടുള്ള മെയിൽ സ്റ്റുഡൻറ്റിനെ ജോയിൻ ചെയ്യിക്കുക. പിന്നെ ഫീമെയിൽ വന്നിട്ടുള്ളത് നില, അതുപോലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ, അങ്ങനെ 2 എണ്ണമാണ്. അതിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാണ് ഫ്രഷർ ആയിട്ടുള്ള ഫീമെയിൽ സ്റ്റുഡൻറ്റിനെ ജോയിൻ ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് MTech കോഴ്സുകളും അവിടെ അവൈലബിൾ ആണ്. MTech കോഴ്സിനെ കുറിച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അങ്ങനെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർട്സ് ഇവന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഞാൻ മറന്നുപോയി. അപ്പോൾ ഫുഡ് വന്നിട്ടുള്ളത് ക്യാൻറ്റീനും, നല്ല ക്യാൻറ്റീൻ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്. സോ അപ്പോൾ NSS കോളേജിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരിലും ഒന്ന് എത്തിക്കുക. സോ ബൈ.